എറണാകുളം ലോക്സഭാ മണ്ഡലവും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് UDF-ൽ സിറ്റിംഗ് MP ഹൈബി ഈഡനും LDF-ൽ നിന്ന് പുതുമുഖവും വനിതയുമായ KJ ഷൈനും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാനായ വോട്ട് വർധനവ് വിജയമാക്കാൻ ഉതകുന്ന സ്ഥാനാർത്ഥിയാണ് ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെയും വ്യവസായ മന്ത്രി P രാജീവിന്റെയും നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ P രാജീവിനെ പരാജയപ്പെടുത്തിയായിരുന്നു UDF അംഗം ഹൈബി ഈഡൻ ആദ്യമായി ലോക്സഭയിലേക്ക് എത്തിയത്. ഇക്കുറി ഹൈബിക്കെതിരായി മണ്ഡലത്തിന് അത്ര പരിചിതയല്ലാത്ത KSTA നേതാവ് KJ ഷൈനെയാണ് LDF രംഗത്തിറക്കിയത്. 2014 10% വോട്ട് വിഹിതം 2019 എറണാകുളത്ത് വർദ്ധിപ്പിക്കാനായതിന്റെ വിശ്വാസത്തോടെയാണ് ഇക്കുറി NDA മത്സരത്തിനിറങ്ങുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും അഴിമതി ആരോപണങ്ങളിലും വിറങ്ങലിച്ചു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായ വോട്ടാകുമ്പോൾ അത് NDAയ്ക്കാകുമോ UDF-നാകുമോ ഗുണം ചെയ്യുക എന്നത് തന്നെയാണ് രാഷ്ട്രീയ കേരളം വീക്ഷിക്കുന്നത്. മോദി സർക്കാരിന്റെ ഗ്യാരണ്ടി സമൂഹമൊന്നാകെ ഏറ്റെടുക്കുമ്പോൾ ജനപ്രിയ നേതാവിലൂടെ മാറ്റത്തിനായുള്ള NDAയുടെ പോരാട്ടം വിജയത്തിലെത്തിക്കാനുള്ള ഒരുക്കം NDA താഴെത്തട്ടിൽ വരെ എത്തിച്ചു കഴിഞ്ഞു. സിറ്റിംഗ് MP എന്ന നിലയിലുള്ള വീഴ്ചകൾ UDF-നും എറണാകുളത്ത് പ്രതികൂല വികാരം ഉണ്ടാക്കുമെന്നാണ് മറ്റു രണ്ട് മുന്നണികളുടെയും പ്രതീക്ഷ. മണ്ഡലത്തിൽ 32% ക്രൈസ്തവ വോട്ട് ലക്ഷ്യം വെച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേറെയും മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നത്. ഇത്തവണയും ഇതേ സമീപനം തുടരുമ്പോൾ മറ്റെല്ലാത്തിലും ഉപരി രാജ്യസുരക്ഷയും അഴിമതിരഹിത വികസന രാഷ്ട്രീയവും മുൻനിർത്തിയാകണം തെരഞ്ഞെടുപ്പെന്നതാണ് NDAയുടെ നിലപാട്. ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അതോടെ എറണാകുളം മണ്ഡലവും ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രചരണ ചൂടിലേക്ക് മാറും. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.